നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തുവേണം? എനിക്ക് റൂബി ഒന്ന് കാണണം. കാണണ്ട, നീയല്ലേ ചന്ദ്ര. നിന്നെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്. അവള് മരിക്കാൻ കാരണം നീയാണെന്നാ ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള നീ റൂബിയുടെ ബോഡി കാണണ്ട. റൂബിയുടെ മരണത്തിന് കാരണം ഞാനല്ല. പിന്നാരാ? നിനക്ക് വേണ്ടി ഓരോന്ന് ചെയ്തതുകൊണ്ടല്ലേ അവര് സസ്പെൻഷനിലായത്. എന്ന് നീയായിട്ട് കൂടിയോ അന്ന് തുടങ്ങി അവരുടെ നാശം. എന്നിട്ട് വന്നിരിക്കുന്നു. അറേ പോർന്ന്. നീ റൂബിയെ കണ്ട അതിന് ഞങ്ങൾ അനുവദിച്ച അവളുടെ ആത്മാവ് പൊറുക്കില്ല. കണ്ണീര് കാണിച്ചെന്ന് ഞങ്ങളെ വീഴ്ത്താൻ നോക്കണ്ട. നിന്നെ ഞങ്ങള് റൂബിയുടെ ബോഡി കാണിക്കില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചതാ. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ബലമായിട്ട് ചെയ്യേണ്ടി വരും. അതെ, ഇവിടെ കിടന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കി. തൽക്കാലം നിങ്ങളൊന്ന് മാറി. അതാ ബുദ്ധി. അല്ലെങ്കിൽ പ്രശ്നം വഷളാവുന്നേ. നിനക്ക് ബോഡി കാണാൻ പറ്റില്ല അല്ലേ? എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തുന്നത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സിദ്ധുട്ട എന്ന് നിനക്ക് തോന്നുന്നതല്ലേ? എല്ലാവർക്കും സംശയം നിന്നെയാ. നിങ്ങളൊന്ന് സ്റ്റേഷൻ വരെ വരേണ്ടി വരും. ഈ മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. പേടിക്കണ്ട. ഒരാപത്ത് വരുമ്പോ കൈവിട്ട് കളയുന്നവനല്ല ഈ സിദ്ധു. സ്റ്റേഷനിലേക്ക് ഞാനും വരാൻ കൂടെ. ഞാനല്ല റൂബിയെ. അത് നീ പോലീസുകാരോട് പറഞ്ഞാൽ മതി. എനിക്ക് കേൾക്കൊന്നും വേണ്ട. നീ വാ. എന്തായി കൈമളെ, കേട്ടതൊക്കെ ശരിയാണോ? ശരിയാണ്. പോലീസ് പലരെയും സംശയിക്കുന്നുണ്ട്. ചോദ്യം ചെയ്യലും ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ച പോലെയൊന്നും അല്ല. ആത്മഹത്യയാണെന്ന് വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല അല്ലേ? ഇല്ല. റൂബിയെ സിദ്ധു കൊല്ലൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. സിദ്ധു അങ്ങനെ ഒരാളല്ല. ഇനി അറിയില്ല, മനുഷ്യനാണ്. എന്താ എപ്പ തോന്നുന്നെന്ന് ആർക്കാ പറയാൻ പറ്റുക? ഇതിൽ നിന്ന് നമ്മൾ എത്തേണ്ട ഒരു തീരുമാനമുണ്ട്. അതെന്താണെന്നറിയോ കൈമളിന്? ഇല്ല. ചന്ദ്രയെ പതുക്കെ നമ്മൾ ലീഗൽ അഡ്വൈസർ സ്ഥാനത്ത് നിന്ന് നീക്കണം. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് കേസ് വാദിക്കാനുള്ള മാനസികാവസ്ഥയൊന്നും ചന്ദ്രയ്ക്കുണ്ടാവണമെന്നില്ല. നമ്മളെന്തിനാ അങ്ങനൊരു വക്കീലിനെ സഹിക്കുന്നത്? നമുക്ക് വേറെ ആരെങ്കിലും വയ്ക്കാം. കൊള്ളാവുന്ന ആരെയെങ്കിലും, കേസ് ജയിക്കാൻ കഴിവുള്ള ആരെയെങ്കിലും. അങ്ങനെ 100 പേരെ കിട്ടും. എന്നിട്ടും ചന്ദ്രയെ തന്നെ നമ്മൾ വച്ചത് വേറെ ചില ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ. അതെ, ആ ഉദ്ദേശങ്ങളൊന്നും ഇനി നടക്കുന്നു തോന്നുന്നില്ല കൈമളെ. ഈ റൂബി എന്ന് പറയുന്നവളായിരുന്നു ചന്ദ്രയുടെ ശക്തി. റൂബി മരിച്ച അതിനർത്ഥം ചന്ദ്ര വീണുന്നു തന്നെയാ. ഇനി ചന്ദ്രയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാ. എന്ന് വെച്ചാ സിദ്ധാർത്ഥിനെ എതിർത്ത് നിൽക്കാൻ ചന്ദ്രയ്ക്ക് പറ്റില്ലെന്ന് ചുരുക്കം. ഞാൻ പുതിയ വക്കീലിനെ അന്വേഷിക്കും. അന്വേഷിക്കുമ്പോ സിവിലും ക്രിമിനലും ഒരുപോലെ കൈകാര്യം ചെയ്ത ശീലമുള്ള ആരെങ്കിലും കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ജയശങ്കറുമായിട്ടുള്ള തർക്കം സിവിലാ. ക്രിമിനൽ കേസ് വരാൻ പാടില്ലെന്നില്ലല്ലോ. ആ സമയത്ത് വേറൊരു വക്കീലിനെ അന്വേഷിച്ച് നടക്കാനിടയാവരുത്. മനസ്സിലായോ കൈമളിന്? റൂബിയുടെ യഥാർത്ഥ കൊലയാളി ആരാണാവോ അവൻ വേണം പിടിയിലാവൻ. എങ്കിലേ അതുകൊണ്ട് ഗുണമുള്ളൂ. പോലീസ് അന്വേഷിക്കട്ടെ, എന്ത് സംഭവിക്കുന്നു നോക്കാം.